എല്ലാവർക്കും നമസ്കാരം. ഈ ആത്മീയപാതയിലേക്ക് ആളുകൾ കടന്നു വരുന്നതിന് പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ആത്മീയപാതയിലേക്ക് കുറേ ആളുകൾ അവിചാരിതമായിട്ട് കടന്നു വന്നേക്കുന്ന ആൾക്കാരുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമുക്കൊരു പ്രായമാകുമ്പോൾ ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സാധാരണ ആൾക്കാർ ആത്മീയപാതയിലോട്ട് കടന്നു വന്നിരുന്നത്. പണ്ടൊക്കെ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നാമജപങ്ങളായിട്ടിരിക്കുക, ക്ഷേത്രദർശനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക എന്നൊക്കെയാണ് വാനപ്രസ്ഥം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പഴയൊരു കൺസെപ്റ്റായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നേക്കണ കുറേ ക്ലയൻറ്റുകൾ, ആളുകളുടെ പേരുകളോ വിവരങ്ങളോ ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. അവരുടെ പ്രൈവസി മുൻനിർത്തിക്കൊണ്ട് അതെനിക്കിവിടെ വെളിപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഉദാഹരണമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് തരാനായിട്ട് സാധിക്കും. ആളുകൾ ഈ ആത്മീയതയിലോട്ട് വരാനായിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുടുംബജീവിതം പരാജയപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു 30-35 വയസ്സ്, 40-45 ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അവർക്ക് ലൗകികമായ ജീവിതങ്ങളിലാണ് താല്പര്യം. അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ, അങ്ങനെയുള്ള ജോലി, പിന്നെ അവരുടെ ആഗ്രഹങ്ങൾ, വീട് പണി ചെയ്യുക, കാറ് മേടിക്കുക, യാത്രകൾ ചെയ്യുക, അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിട്ട് ഇരിക്കുന്ന ആ ഒരു സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ വിവാഹജീവിതത്തിലേക്ക് കടന്ന് കുറേ കഴിയുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പല പല കാര്യങ്ങളുണ്ടാവാം. നമുക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ശത്രുക്കളുടെ ശല്യങ്ങൾ, ബാധകൾ, ഉപദ്രവങ്ങൾ, അതേപോലെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ ഇടപെടലുകൾ, അനാവശ്യമായ ഇടപെടലുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ വന്ന് ഇവർ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി ഓരോ വഴിപാടുകൾ ചെയ്യുന്നു, പ്രശ്നം നോക്കുന്നു. ഇതെല്ലാം ചെയ്ത് ഇവർക്ക് ഒരു റിസൾട്ടും കിട്ടാത്തൊരു അവസരമുണ്ട്. അങ്ങനെയുള്ളൊരു കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ അവർ പയ്യെ പയ്യെ ഈ ആത്മീയതയിലോട്ട് കടന്നു വരും സ്വന്തമായിട്ട്. അപ്പോൾ അതിന് ശരിക്കുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആൾക്കാർ നല്ലൊരു ടീച്ചറാണ്, നല്ലൊരു മെൻറ്ററായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലാസ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കാനായിട്ട് നോക്കാൻ പറയും. അതായത് നാമജപങ്ങൾ ചെയ്യുക, മന്ത്ര ജപങ്ങളിലൂടെ അല്ലെങ്കിൽ സാധനങ്ങളിലൂടെ, ദൈവങ്ങളുമായിട്ടുള്ള കൂടുതൽ കോണ്ടാക്റ്റിലൂടെ ആ ധ്യാനാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമ്മളുടെ വൈബ്രേഷൻസ് ഹൈ ആക്കുക. അതിലൂടെയാണ് പിന്നെ ഉള്ളൊരു മോചനം നമുക്ക് കിട്ടുക. ഇതൊരു റിയാലിറ്റിയാണ് കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2-3 കഥകൾ ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരാളുടെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ചെറുപ്പകാലം പോലെ തന്നെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് സമയത്ത് തന്നെ ഈ ചെക്കനും പെണ്ണും തമ്മിൽ പ്രണയത്തിലാകുകയും അവർ ശക്തമായ രീതിയിൽ പ്രണയത്തിലൂടെ മുന്നോട്ട് പോവുകയും അതൊരു പ്രായപൂർത്തിയായി ജോലിയൊക്കെ കിട്ടുന്ന അവസരം വന്നപ്പോൾ അവർ കല്യാണം കഴിക്കുകയും ചെയ്തു. കല്യാണം കഴിച്ചിട്ട് അവർ പിന്നെ ജോലി സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് വിദേശ രാജ്യത്തോട്ട് പോവുകയും അവിടെ സെറ്റിലാവുകയും ചെയ്തു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയാണ്. ഒരു അപൂർണത ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മളത് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പയ്യൻ്റെ കാര്യം നമ്മൾ നോക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് തോന്നി, ഇങ്ങനൊരു വിഷയമുണ്ട്. അപ്പോൾ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പയ്യൻ്റെ കാര്യങ്ങളൊന്ന് മോണിറ്റർ ചെയ്യൂ, വേറെ ഒരു ചെറിയൊരു ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ട്, ഇൻഡ്യൂഷനിൽ അങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി വേറൊരു സ്ത്രീയുമായിട്ട് ഇയാൾക്ക് കണക്ഷൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ അതിനുശേഷം അവർ തന്നെ അത് വേണ്ടാന്ന് നോക്കിയാണ് ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പം അതിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പം ഞാൻ ഈ കുട്ടിക്ക് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ആയി. ഇത്രയും ആൾ പ്രണയിച്ച് കിടന്നു, പക്ഷേ ഒരു സന്തോഷം കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഞാൻ അവർക്ക് ഉപദേശം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സജഷൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ധ്യാനത്തിലേക്ക് തിരിയുക, പൂർണ്ണമായിട്ടും ധ്യാനത്തിലേക്ക് വരിക, മന്ത്രജപങ്ങൾ കാര്യങ്ങളിലേക്ക് വരിക. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഗൈഡ് ചെയ്ത് കൊടുത്തു, ഇന്ന പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. ആ കുട്ടി അത്
അതേപോലെ തന്നെ കേൾക്കുകയും ചെയ്തു. പക്ഷേ ഒരു കുറച്ച് 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഈ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കാനും നമ്മളുടെ എമോഷണൽ ചക്രയെ ബലപ്പെടുത്തിക്കൊണ്ട്, അതായത് എമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അയാളായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഫ്രീ ബേഡായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു തിങ്കറായിട്ട് ഇരിക്കാനായിട്ട് കുട്ടിക്ക് സാധിച്ചു എന്നുള്ളത്. പെട്ടെന്ന് തന്നെ സാധിച്ചു, 2-3 മാസം കൊണ്ട് സാധിച്ചു. എളുപ്പമല്ല. അപ്പോൾ അത് വലിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആത്മീയതയുടെ ഏറ്റവും വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ എമോഷണൽ അറ്റാച്ച്മെൻറ്റ് കട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളത് ലവ് ആൻഡ് കെയറിങ് ഒക്കെ വേണം, അല്ലെങ്കിൽ ഹാപ്പിനെസ് വേണം, അതെല്ലാം കൂടുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകയാണ് ചെയ്യുക. പക്ഷേ ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അയാൾ നമുക്ക് സ്നേഹം അങ്ങോട്ട് കൊടുത്തു, തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമമായി. അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമമില്ല, നമ്മൾ അറ്റാച്ച്ഡ് അല്ല, കിട്ടിയില്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്നുള്ള മട്ടിലേക്ക് നമ്മളെത്തും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട്, അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ഈ 3 മാസം കൊണ്ട് ഒരു ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടി ഇത്ര വേഗത്തിൽ അതൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഹാപ്പിനെസ് വന്നു. കാരണം നമ്മളാണ് ഒരു ഉപാധിയായിട്ട് വന്നത്, എൻ്റെ മുമ്പിലേക്കാണ് വന്നത്, എനിക്കറിയാവുന്ന പറഞ്ഞു കൊടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷേ വർക്ക് ചെയ്ത കുട്ടിയാണ്. അപ്പോൾ അത് ആ ചുരുങ്ങിയ കാലം കൊണ്ട് ആ മെച്യൂരിറ്റിയിലേക്ക്, സ്പിരിച്വൽ മെച്യൂരിറ്റി വരികയും അത് വളരെ ഹാപ്പിനെസ്സിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഇതൊരു പ്രശ്നമേ അല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും, അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ലൈഫ്, അതിൻ്റെ സ്വന്തമായ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് ആ കുട്ടി പാകപ്പെട്ട് വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇതേപോലുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ഇപ്പം എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇതുപോലെ ഫാമിലി ഇഷ്യൂ ഉള്ള ആൾക്കാർ പലരും വരുന്നുണ്ട്, പല പ്രശ്നങ്ങളായിട്ട്. മിക്കവാറും സ്ത്രീകളാണ് കൂടുതലും വരിക. അവർക്ക് കാരണം അവർക്ക് ഭർത്താവ്, കുട്ടികൾ എന്നുള്ളത് വലിയൊരു അവരുടെ മനസ്സിൽ വലിയൊരു കാര്യമാണ്. ഏറ്റവും വലിയ വിഷയം അവർക്ക് അതാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറിയാണ്. പക്ഷേ അവർക്ക് ആ ഒരു സ്നേഹം തിരിച്ച് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എമോഷണൽ അറ്റാച്ച്മെൻറ്റ് വെക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ കുറക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കത് പറയാനുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ എമോഷണൽ ചക്രയെ, സോളാർ പ്ലെക്സസിനെ നമ്മൾ ബലപ്പെടുത്തുക എന്നുള്ളത്. ആ ബലപ്പെടുത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ജസ്റ്റ് ആ ചക്രയിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ഈ ചക്രയെ ബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പലതവണ പറയുക. സിമ്പിളാണ്. ഇതിനു വേണ്ടി ഒരുപാട് വലിയ കഷ്ടപ്പാടും ദുരിതങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു കമാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു തോട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അതിനെ ബലപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പല സമയങ്ങളിലൊക്കെ കുറച്ച് സമയങ്ങളിൽ ഡ്രെയിൻ ആവുന്ന സമയത്തൊക്കെ നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മഹാകാളി ഹീലിംഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആദ്യം. അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരും അതുപോലെ വിഷമിക്കുന്ന ആളുകൾ നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് ചിന്തിക്കണം. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതം. നമ്മുടെ സോളിന് ഹാപ്പിനെസ് വേണം, അല്ലേ? അപ്പം നിങ്ങളുടെ ഹാപ്പിനെസ് കിട്ടുന്ന, സോളിന് ഹാപ്പിനെസ് കിട്ടുന്നത് പല രീതിയിലായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴായിരിക്കും കിട്ടുക. ചിലർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പോലെ ഗാർഡനിങ്, കുറേ ചെടികൾ നട്ട് അതിന് പൂവുണ്ടാവുന്ന കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കിട്ടുക. അല്ലെങ്കിൽ ചിലർക്ക് അതുപോലെ തന്നെ വേറെ മറ്റുള്ളവരായിട്ട് ഇരുന്ന് തമാശ പറയുന്ന ആ ഒരു ഇതിലായിരിക്കും കിട്ടുക. ഫ്രണ്ട്സിനോട് നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടാവുന്നു. അങ്ങനെ അതൊക്കെ പറയാൻ പറ്റില്ല. ചിലർക്ക് വളരെ നിസ്സാരമായൊരു കാര്യം മതിയാവും അവരെ ഹോള് ഹാപ്പി ആവാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് ഏതിലാണ്, എങ്ങനെയാണ് നിങ്ങളുടെ സോളിൽ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ ആ ട്രാക്കിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിലവിടെ ശരിയും തെറ്റുമല്ല നോക്കേണ്ടത്. നിങ്ങളുടെ സോൾ എങ്ങനെ ഹാപ്പി ആവും. എന്നാൽ നമ്മൾ കർമാസം ഉണ്ടാക്കാൻ ചെയ്യാൻ പാടില്ല. അത് അതിൻ്റെ പുറകെയുള്ള രണ്ടാമത്തെ കാര്യമാണ്. കർമാസം ഉണ്ടാക്കരുത്. കർമാസം ഉണ്ടാക്കാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ള സോളുകൾ ഉപദ്രവിക്കാതിരിക്കുക, ഈ സമൂഹത്തിന് തിന്മ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെട്ട് അല്ലെങ്കിൽ അവർക്ക് ഹാം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം. ഇപ്പോൾ കർമ്മ ഉണ്ടാക്കുന്നത് മെയിനായിട്ടും അങ്ങനെയാണ്. പിന്നെ നമ്മളുടെ ഈ താമസിക്കുന്ന ഒരു ഭൂമി, ആ ഭൂമിയിലെ മലിനപ്പെടുത്താതിരിക്കുക, ആ ഭൂമിയിലേക്ക് വേണ്ടുന്നതായ ഒരു ലവ് ആൻഡ് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിനുള്ള സംരക്ഷണം നിങ്ങൾ കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഭൂമിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതല്ലേ, അതുവരെയും അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക.
അതെല്ലാം ഒരു യഥാവിധി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള സോളുകളെ സ്നേഹിക്കുക, ഒപ്പം തന്നെ കാരുണ്യം നിങ്ങൾക്ക് കാണിക്കാം. എമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണ്ട, പക്ഷേ നിങ്ങൾക്ക് കാരുണ്യമാകാം, നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ സഹായിക്കാം, അത് കുഴപ്പമില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഇതിന് മറുപടി ഇതൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് കുറേ അമ്പലങ്ങളിൽ പോയിട്ട് കുറേ വഴിപാടുകൾ പൂജകൾ മാത്രം ചെയ്തുകൊണ്ട് മാത്രമല്ല അതിൽ മാറ്റം ഉണ്ടാകുക. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കുറേ ക്രേസ് ഉള്ളവരുണ്ട്, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ അതിനെ വിമർശിക്കണമല്ല. ആവശ്യത്തിന് നിങ്ങൾ ചെയ്യണം അത്തരം കാര്യങ്ങൾ. ചിലപ്പോൾ ഭഗവാനെ പോയി കാണുന്നിടത്ത് പോയി കാണണം, അല്ലെങ്കിൽ കൊല്ലൂർ മൂകാംബിക പോകേണ്ടവർ അവിടെ പോയി തൊഴുത് കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. പക്ഷെ അവിടെ പോയിട്ട് നിങ്ങൾ 1,00,000 രൂപയുടെ വഴിപാട് ചെയ്തുകൊണ്ട് അത് കിട്ടൂല. നിങ്ങളുടെ ആ ഒരു സമർപ്പണമാണ് വേണ്ടത്, ആ ദേവിയിലേക്കുള്ള സമർപ്പണം. അവിടെ ചെന്ന് നിങ്ങൾ അവിടെ സറണ്ടർ ആകുക, ദേവിയുടെ പാദങ്ങളിൽ വീണ് സറണ്ടർ ആകുക. എന്നെ രക്ഷിച്ചോളൂ ദേവി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് അവിടെ ആ മാറ്റം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, നിങ്ങൾ അവിടെ കുറേ പൈസ കൊടുത്തു അല്ലെങ്കിൽ അവിടെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു, അതുകൊണ്ട് മാത്രം ദേവി നിങ്ങളോട് ആ ഒരു ഇത് കാണിക്കണമെന്നില്ല, നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം തരണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഭക്തി, ആ ഒരു സമർപ്പണമാണ് അവിടെ ദേവി നോക്കുക. ആ നിഷ്കളങ്കമായൊരു ഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വെക്കുന്ന ആളുകളോടുള്ള ആ ഒരു സ്നേഹം, ഒരു കരുതൽ, ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിനകത്ത് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മളുടെ ഈ ഒരു വർഷത്തെ എൻ്റെ ഒരു ഈ ഒരു മഹാകാളി ഹീലിങ്ങിൻ്റെ ഇടയിൽ സംഭവിച്ചേക്കണം ഒരുപാട് എക്സ്പീരിയൻസുകൾ. പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വന്നില്ല. ഈ അടുത്ത വേറൊരു ടോപ്പിക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു, നന്മകൾ ആശംസിക്കുന്നു. നല്ലൊരു വിഷു എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.